ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സ്നേഹം നമ്മളെ തലോടുന്ന സമയമാണ്. ആ സ്നേഹം നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്ന സ്നേഹമാണ്. കർത്താവിന്റെ സ്നേഹം പാപത്തിന്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്ന സ്നേഹമാണ്. കർത്താവിന്റെ സ്നേഹം നമ്മുടെ മേൽ പിശാചെടുത്ത സകല അധികാരങ്ങളെയും അടിമത്തത്തിന്റെ നുകങ്ങളെയും അടിച്ചു കളയുന്ന സ്നേഹമാണ്. കർത്താവിന്റെ സ്നേഹം നമ്മളെ നിത്യജീവനായി നേടുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മളെ വലയം ചെയ്യുന്നത്. ആ സ്നേഹത്തിലേക്ക് നിന്റെ വേദനകളെയും നിന്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് മോനെ ഇത്തിരി കരഞ്ഞിട്ടില്ലേ, വേദനിച്ചിട്ടില്ലേ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ലേ, ജീവിതം അതുപോലെ അങ്ങോട്ട് സംഘർഷത്തിൽ ആണ്ടുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ, ആരോട് സംസാരിക്കാൻ തോന്നാത്ത വിധം നിന്റെ തന്നെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയ ജീവിതത്തിന്റെ ഇന്നലകളില്ല, ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും താല്പര്യമില്ലാത്ത ജീവിതത്തിന്റെ ഇന്നലകൾ ഉണ്ടായിട്ടില്ലേ, മനുഷ്യരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാതെ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും നിന്നെ തന്നെ നിന്റെ സ്വകാര്യ മുറിക്കുള്ളിൽ അടച്ചിട്ട് കരഞ്ഞും വേദനിച്ചും വരുന്ന ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഇല്ലേ? ഉണ്ടല്ലോ. നിന്റെ കരച്ചിലുകൾക്കും നിന്റെ കണ്ണുനീരിനും കർത്താവിൽ ഉത്തരമുണ്ടെന്ന്. നിന്റെ സങ്കടത്തിനും നിന്റെ നൊമ്പരത്തിനും കർത്താവിന് ഉത്തരം തരാൻ പറ്റുന്നേ. സങ്കീർത്തനം 34 അധ്യായം അതിന്റെ 5 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന്. അവിടത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. ഇതാ ഈ എളിയവൻ നിലവിളിക്കുന്നു, കർത്താവേ നീ കേൾക്കണമേ. കർത്താവ് നിലവിളി കേട്ടു, കർത്താവിനെ രക്ഷിക്കുകയും ചെയ്തു എന്നാണ്. നിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റുമെന്ന വചനത്തിലൂടെ പ്രവാചകനിലൂടെ പറഞ്ഞില്ലേ? ഇത് നിന്റെ കണ്ണുനീര് തുറച്ചു മാറ്റുന്ന സമയമാണ്. ഇത് നിന്റെ വേദനകൾ ഒപ്പുന്ന സമയമാണ്. മോളെ, അത്രമാത്രം വേദനയോടെ ആകാൻ നീ ആയിരിക്കുന്നു. അത്രമാത്രം സങ്കടത്തിന്റെ ഇങ്ങനെ ഭാരം വഹിക്കുന്നവളോ ആകാൻ നീ. ഒരു കാര്യം ഹൃദയത്തിലൊന്ന് വിശ്വസിക്കാവോ, നിന്റെ കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വേദന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കരയുമ്പോ കൂടെ കരയാൻ ഒരു ദൈവം ഉണ്ടെന്ന് നിനക്ക്. നീ കരയുമ്പോ നിന്നെ ആശ്വസിപ്പിക്കുന്ന കരയുണ്ടെന്നേ. മോളെ, നീ എന്തിന് കരയുന്നു? മോനെ, എന്തിന് നീ കരയുന്നു? കർത്താവ് ചോദിച്ചില്ലേ, നീ എന്തിനാ കരയുന്നേ? മറിയം, നീ എന്തിന് കരയുന്നു? നീ എന്തിന് ഭയപ്പെടുന്നു? നീ എന്തിന് സങ്കടപ്പെടുന്നു? അങ്ങനെ വേദനയോടെ, ഒത്തിരിയേറെ സങ്കടത്തോടെ, നൊമ്പരത്തോടെയൊക്കെ നിന്റെ ജീവിതം നീ തള്ളി നീക്കുമ്പോ നിന്റെ കർത്താവ് നിന്റെ ചാര വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ സങ്കടപ്പെടുന്നേ? കണ്ണുനീർ തുടയ്ക്കുന്ന നിന്റെ യാതനകൾക്ക് നിന്റെ കണ്ണുനീരിൽ നിന്ന് പ്രതിഫലമുണ്ടെന്ന്. നീ കരഞ്ഞത് നിന്റെ തമ്പുരാന്റെ മുമ്പിലല്ലേ? നിന്റെ ഹൃദയം തുറന്നത് നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലല്ലേ? നീ ഇന്നലകളിൽ ചങ്കുപൊട്ടി ചങ്കുപിടച്ച് പ്രാർത്ഥിച്ചതൊക്കെ ഈ കർത്താവിന്റെ മുമ്പിലല്ലേ? ഉത്തരം തരാതിരിക്കാൻ പറ്റുമോ? ആ കർത്താവ് നിന്റെ ചാരമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മോളെ, കരയണ്ടെന്നേ. മോനെ, നീ സങ്കടപ്പെടണ്ടെന്നേ, നിരാശപ്പെടണ്ടെന്നേ, ഇത്ര കണ്ടങ്ങോട്ട് ആകുലപ്പെടണ്ടെന്നേ. ഞാൻ നിന്റെ കൂടെയുണ്ട്. പരാജയപ്പെട്ടേക്കാം, തകർന്നു പോയേക്കാം, ഇടറിപ്പോയേക്കാം, നഷ്ടങ്ങളും സഹനങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. എങ്കിലും ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ കരയരുത്, സങ്കടപ്പെടരുത്, ആകുലപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തെവിടെയാവുന്നത്? ഇതുപോലെ നമ്മുടെ വേദനകളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തെവിടെയാവുള്ളത്? ഇതുപോലെ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഈ ലോകത്തെവിടെയാണ്?
ഇതുപോലൊരു ദൈവം ഈ ലോകത്തെവിടെയുണ്ട്? സ്നേഹിക്കാൻ മാത്രമല്ലേ അവൻ അറിയൂ, ക്ഷമിക്കാൻ മാത്രമല്ലേ അവൻ അറിയൂ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ മാത്രമല്ലേ നമ്മുടെ ദൈവത്തിന് അറിയൂ. ഇതാ ആ കർത്താവ് നിന്റെ കൂടെയുണ്ട്. കരങ്ങൾ രണ്ടു മാറോട് ചേർത്ത് പിടിച്ച് ഏതാനും നിമിഷം കണ്ണുകൾ അടച്ച് ആന്തരിക നയനങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന്റെ മുറിവേറ്റ മുഖം നീ മനസ്സിലേക്ക് കൊണ്ടുപോവാ. നിനക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവ്, നീ മുറിയാതിരിക്കാൻ നിനക്ക് വേണ്ടി മുറിഞ്ഞവൻ, നീ കരയാതിരിക്കാൻ നിനക്ക് വേണ്ടി കരഞ്ഞ കർത്താവ്, നീ തകർക്കപ്പെടാതിരിക്കാൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവ്, നീ മരിക്കാതിരിക്കാൻ, നീ ജീവിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചൊരു ദൈവം. ഇതാ കർത്താവ് നിന്റെ ചാര ഇപ്പോ ഉണ്ട്. ഇപ്പൊ നിന്റെ ചാരയുണ്ട്. കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ ചാര നിന്നെ സ്പർശിച്ചുകൊണ്ട്, നിന്നെ തല ഓടിക്കൊണ്ട്, നിന്റെ ശിരസിലും നിന്റെ തോളത്തൊക്കെ കൈവച്ചുകൊണ്ട് നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈശോ പറയുന്നതൊന്ന് കേട്ടെ. മോളെ കരയണ്ടെന്നേ, മോനെ നീ സങ്കടപ്പെടണമെന്നേ, നീ ഇത്രയും ഭാരപ്പെടണമെന്നേ, ഞാൻ കൂടെയുണ്ടല്ലോ. ഈ പ്രശ്നത്തിന് എനിക്ക് ഉത്തരം തരാൻ പറ്റുമല്ലോ. ഈ സഹനങ്ങളിൽ ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ഞാനും സഹിച്ചതല്ലേ, ഞാനും വേദനിച്ചതല്ലേ, ഞാനും ഒറ്റപ്പെട്ടതല്ലേ, ഞാനും തിരസ്കരിക്കപ്പെട്ടവനല്ലേ, ഞാനും പരിഹാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയവനല്ലേ, എന്നെയും പലരും മനസ്സിലാക്കിയില്ലല്ലോ. ഇതാ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്. കരങ്ങൾ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്നെ താഴ്ന്ന സ്വരത്തിൽ ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്പർശനം തലോടല് അനുഭവിച്ചുകൊണ്ട് തന്നെ, നീ രോഗിയാണോ, നീ കരയണ്ട, വേദനിക്കണ്ട, തമ്പുരാൻ നിന്റെ കൂടെയുണ്ട്, സുഖപ്പെടുത്തുന്ന ഈശോ കൂടെയുണ്ട്. ആ കർത്താവിന്റെ ഒരു കരസ്പർശനം, ഒരു തലോടൽ അനുഭവിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഹൃദയം കൊണ്ട് തമ്പുരാനെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയുന്നത് മാത്രം കേൾക്കുക. ഈ നിമിഷം വേറാരും പറയുന്നത് കേൾക്കല്ലേ, കർത്താവ് പറയുന്നത് മാത്രം കേട്ടാൽ മതി. കർത്താവ് നിന്നോട് എന്താ പറയുന്നത്? മോളെ, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്നല്ലേ, മോനെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്നല്ലേ, നീ എനിക്ക് അമൂല്യനാണെന്നല്ലേ ഈശോ പറയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ ഈശോ പറയുന്നത്. കരയരുതെന്നല്ലേ ഈശോ പറയുന്നത്. ഈശോയാണ് മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുട്ടുമേലായിരുന്നു. ഈ ദിവസകാലം ഈ ആലയത്തിലേക്ക് നിങ്ങൾ യാചനയോടെ സമർപ്പിച്ച സകല പ്രാർത്ഥനാ നിയോഗങ്ങളെ വിധ ദൈവസന്നിധിയിലേക്ക് ഈ നിമിഷം ഉയർത്തുന്നു. തമ്പുരാന്റെ കാരുണ്യത്തിനായി ഈ ആശീർവാദത്തിന്റെ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനകൾ സമർപ്പിച്ച ഓരോ മക്കളുടെ മേലും, കുടുംബങ്ങളുടെ മേലും ഈ ആശീർവാദത്തിന്റെ സമയത്ത് തുടർന്നുള്ള നിമിഷങ്ങളിലും ഈ നിയോഗങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ മുഴുവനിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനെ, ഈ വിഷയങ്ങളുടെ മേൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീയാണല്ലോ ഇടപെടുന്നത്, പ്രാർത്ഥനയിലാണല്ലോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. കർത്താവെ, ഈ നിമിഷം ഈ മക്കളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് ആവശ്യമായ കരുണയും സ്നേഹവും നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം, നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈശോ ആശീർവദിക്കുന്ന സമയം, നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്ത ഒരു വിഷയമില്ല എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് അത് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.